നമ്മളൊരു വെറൈറ്റി കുക്കിംഗ് ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫുള്ള് ഫണ്ണാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് പറഞ്ഞു തരുന്നത് വരെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ കുറെ കഷ്ടപ്പെട്ട് തല പുകച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനായിട്ട് കുറച്ച് കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്ന ഒരു ചാലഞ്ച്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുകയും ചെയ്യും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഞാൻ വായിച്ചു തരാം. പ്ലെയർ 1 അല്ല, വായിക്കുന്നത് എന്താന്ന് വെച്ചാല് അങ്ങനെ പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് തലയിൽ നിൽക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എന്താന്ന് വെച്ചാൽ പ്ലെയർ 1 നോ മൗത്ത് ആണ്, പ്ലെയർ 2 നോ ഇയേഴ്സ് ആണ്, പ്ലെയർ 3 നോ ഐസ് ആണ്. അപ്പൊ ചാലഞ്ച് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നോ ഇയേഴ്സ് കിട്ടിയ ആളായിരിക്കും കുക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മള് ചെവി കേൾക്കാതെ ആയിരിക്കും നമ്മൾ കുക്ക് ചെയ്യാം. ചെവി കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളിത് ഒരു ഹെഡ്ഫോൺ ചെവിയിൽ വെക്കുന്നതാണ്. മൊത്തം പാട്ടും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ബാക്കി പറയാം. നോ മൗത്ത് ഉള്ള ആള് നോ ഇയേഴ്സ് ഉള്ള ആൾക്ക് ആക്ഷൻസ് കാണിച്ചു കൊടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൺവേ ചെയ്ത് കൊടുക്കണം. മനസ്സിലായി? എക്സാമ്പിൾ കാണിച്ചു തരണം. ഇനി അടുത്തത് കൺവേ ചെയ്ത കാര്യം നോ ഐസ് കിട്ടിയ ആൾക്ക് നോ ഇയേഴ്സ് കിട്ടിയ ആള് പറഞ്ഞു കൊടുക്കണം. നോയ്സ് കിട്ടിയ ആള് വേണം കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങള് കിച്ചണിൽ നിന്ന് തപ്പി എടുത്തു കൊടുക്കാൻ. അപ്പൊ അതായത് നമ്മള് കാണാതെ നമ്മൾ ഓരോരോ സാധനങ്ങൾ എവിടെയാണ് എന്നുള്ളത് ഗസ് ചെയ്തിട്ട് പോയിട്ട് എടുത്തിട്ട് കൊടുക്കണം. ഇപ്പൊ ഞാനാണ് കണ്ണ് കാണാണ്ട് നിൽക്കുന്ന ആള്. ഇയാൾക്ക് ചെവി അടച്ചു വെച്ച് നിൽക്കാം. ഞാൻ കണ്ണ് കാണാൻ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞു കൊടുക്കും. ശ്രീക്ക് അപ്പൊ ഞാനാണ് ഗൈസ് കുക്ക് ചെയ്യേണ്ട ആള്. ശ്രീയാണ് അഞ്ചിയാണ് എനിക്ക് എടുത്തു തരേണ്ടത്. ശ്രീയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത് ഇൻഗ്രീഡിയൻസ് എന്താന്നുള്ളത്. കോഴി, ചിക്കൻ ചിക്കൻ അജി ചിക്കൻ ഇങ്ങനെ പോയിട്ട് കണ്ണും കാണാതെ ഏതാ ചിക്കൻ എവിടെയാ ചിക്കൻ അറിയാതെ ചിക്കൻ പോയി തപ്പി പിടിച്ചെടുത്ത് കൊടുക്കണം. ഇപ്പൊ ചിക്കൻ എടുക്കാൻ പോണ്ട. ഞാനൊരു എക്സാമ്പിൾ അടിച്ചല്ലേ, ഞാൻ ആത്മാർത്ഥ കുറച്ച് കൂടി പോയില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ചാലഞ്ച് വരുന്നത്. അപ്പൊ ആർക്കൊക്കെയാണ് നോ ഇയേഴ്സ് നോ മൗത്ത് നോ ഐസ് കിട്ടാൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ലോട്ടറി തീരുമാനിക്കുന്നത് എടുക്കാം. അപ്പൊ നമുക്ക് ലോട്ടറി തീരുമാനിക്കാം ആർക്കൊക്കെ ഏതൊക്കെ കിട്ടുന്നു. ഞാൻ നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വരല്ലേ? ഓക്കെ ഓക്കെ, എന്നാ എടുത്തോ. നോ ഇയേഴ്സ് ഞാൻ സാധനം എടുത്തു കൊടുക്കണോ? ഈ കുക്ക് ചെയ്യണം. ഞാൻ കുക്ക് ചെയ്യൂല. ഞാൻ പറഞ്ഞു തരാന്ന്. ഓക്കെ, അപ്പൊ ഞാനൊരു ഡിഷ് തരും, അതിന്റെ ഇൻഗ്രീഡിയൻസും തരും. ഓക്കെ, അത് തരുന്നത് ശ്രീക്ക് ആയിരിക്കും. ഓക്കെ, ഞങ്ങൾ അറിയൂല. ഞങ്ങളുടെ കിച്ചണിൽ പോട്ടെ. എന്നിട്ട് പോ. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളവർ റെഡി ആയിട്ടാണ് വിശ്വാസം. പാട്ടുണ്ടോ? പാട്ട് ഉണ്ടാപാട്ട് വിട്ടില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല. റെഡി? അപ്പം ഡിഷിൻ്റെത് ഞാൻ ശ്രീക്ക് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഇതാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി? സ്റ്റാർട്ട്. കുപ്പി വെള്ളം, കോഴിമുട്ട, ഉപ്പ്, പഞ്ചസാര, പാത്രാണോ സ്പൂണാണോ ടേസ്റ്റ് ചെയ്തോക്കാൻ. വട്ടം, വട്ടത്തിനുള്ള പപ്പട അല്ലേ? ഗ്ലാസ് ആണോ അത്? പാത്രം, കുപ്പി. ഇതിനുള്ളിൽ എന്താണോ? പൊടി, ചായപ്പൊടി, പഞ്ചസാര, വെള്ളം 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 വെള്ളം. ചാമി കുറച്ച് മെല്ലെ പറയോ, അത് കേൾക്കൂലല്ലേ പറഞ്ഞത്. വെള്ളം, വെള്ളത്തിന് എന്തോ എടുത്ത് കടിക്കാനാ? വെള്ളം വെള്ളമാണ് എടുത്ത് തരുന്നത്. എന്ത് വെള്ളം തരണോ? വെള്ളല്ല. ഓക്കെ, ഒരു പണിയില്ലാതെ നിൽക്കുമ്പോ ഒരു സുഖം. വെള്ളത്തിൽ മുക്കി തിന്നുന്ന സാധനം. ബ്രെഡ്. വട്ടത്തിലുള്ളതാ? വട്ടത്തിന് വെള്ളത്തിൽ മുക്കി തിന്നുന്ന സാധനോ? അങ്ങനെ എന്താ?
വെള്ളത്തിലെ മുക്കി തിന്നുന്നത് ബിസ്ക്കറ്റ് അല്ലേ? സാധനം അയ്യോ വെള്ളത്തിലല്ല, ചായ ലഡു, ജിലേബി, ജീരകം ബിസ്ക്കറ്റ് വേണ്ടേ മോളെ? ബിസ്ക്കറ്റ് എവിടാ ബിസ്ക്കറ്റ്? ബിസ്ക്കറ്റ് എവിടാ അറിയോ? അറിയില്ല. വെള്ളത്തിൽ മുക്കി തിന്നുന്ന ബിസ്ക്കറ്റ് എവിടെയാ? എന്താ അവിടെ? ഒന്നുമില്ല. ബിസ്ക്കറ്റ് ഇതിൽ ഉണ്ടാവലുണ്ട്. അതിന്റെ നെയ്യാ, നെയ്യ്. കഴിക്കുന്നുണ്ടല്ലോ. ഓക്കേ. ഇപ്പത്തെ കബോർഡിൽ ഒരു പാത്രം ഉണ്ട്. ആ പാത്രം തന്നോ കയ്യിലുണ്ട് ബിസ്ക്കറ്റിന്. അതല്ല ആ കബോർഡ് പോട്ടെ. ഇതെന്താ നോക്കേണ്ടത്? ബിസ്ക്കറ്റ് ആണെങ്കിലോ? ബിസ്ക്കറ്റ് എവിടെ? ഇത് ബിസ്ക്കറ്റ് അല്ലേ? ബിസ്ക്കറ്റാ. ഓക്കേ. ഇതിനെ പറ്റി പാത്രം. പാത്രങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. പ്ലേറ്റ് അല്ലേ? പ്ലേറ്റ് ആണോ? പ്ലേറ്റ് ആണോ? പ്ലേറ്റ് ആണോ? പ്ലേറ്റ് ആണോ? ഷാമി, ഷാമി, അഞ്ചി അവിടെ നിക്ക്. പ്ലേറ്റ് ആണോ? ബിരിയാണിയോ? ഒരു മിനിറ്റ്. പ്ലേറ്റ് ആണോ? പ്ലേറ്റോ? പ്ലേറ്റ് വേണോ? നിനക്ക് പ്ലേറ്റ് വേണോ? ഇടിമുട്ടിയോ? അല്ല, ആനമുട്ട. പൊടിക്കാനാണോ? മിക്സിയിലിട്ട് പൊടിച്ചാ മതിയോ? പാത്രം വേണ്ടേ? പാത്രം വേണോ ആദ്യോ? ഏത് വലിയ പാത്രം എടുക്കണോ ചെറിയ പാത്രം എടുക്കണോ? ചെറിയ പാത്രം. അഞ്ചു എന്നോടല്ല. മീഡിയം. ഓ, അത് മീഡിയം. ശരി. അഞ്ച് ഒരു മീഡിയം സൈസുള്ള പാത്രം പോയി എടുക്ക്. മീഡിയം സൈസുള്ള പാത്രം. മീഡിയം സൈസുള്ള പാത്രം. ചീനച്ചട്ടി മതിയോ? ഇത് പറ്റുമോ? അത് പറ്റുമോ? പറ്റൂല. വേറെ പാത്രം. വേറെയോ? കുക്കർ പറ്റുമോ? കുക്കർ ഒരു പറ്റുമോ? പാത്രം എടുത്തില്ലല്ലോ. കുക്കർ പറ്റുമോ? അത് പറ്റുമോ? അതും പറ്റൂല. അത് പറ്റൂല. കുറച്ച് അപ്പുറത്ത് പോയൊക്കെ. ഇതോ അത് മുട്ടോടാന്ന് തോന്നുന്നു. ഇത് പറ്റുമോ? ഇത് പറ്റുമോ? അത് പറ്റൂല. വലുത് വേണം, ചെറുത് വേണം, മീഡിയം വേണം എന്ന് പറഞ്ഞു കൊടുക്ക്. അല്ല പറയാൻ പറ്റില്ല. സോറി. ഓക്കെ. അഞ്ചി. ആ. ദാ. അത് അപ്പുറത്ത് പാൻ ഉണ്ട്. ഇപ്പുറത്ത് മോളെ എവിടെയോ? കുറച്ചുകൂടെ അപ്പുറത്ത് അപ്പുറത്ത്. താഴെ താഴെ താഴെ. അത് മതിയോ? ഇത് പറ്റുമോ? ഓക്കെ. അതെന്താ? അതൊന്ന് കിഴക്കി തരാം. കഴുകണോ? അവിടുന്ന് കഴുകാം. നല്ല സോപ്പിട്ട് കഴിക്കണേ. സോപ്പിട്ടിട്ട് സോപ്പ് എവിടെ? മാറിയോ? കഴുത്ത് വേണ്ടി എനിക്ക്. ആ ഓക്കെ. ഇപ്പുറത്ത് 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 ഇപ്പുറത്ത്. സോപ്പിടണം. വേറെന്താന്ന് ചോദിച്ച് മനസ്സിലാക്ക്. ഈ ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ പൊടിക്കണ്ടേ? ഇത് മിക്സിയിൽ ഇട്ടിട്ടാണോ പൊടിക്കണ്ടേ? ഇത് ഫുള്ള് വേണോ? 2 പീസോ? 2 പീസ് മാത്രം മതി. 2 പീസ് സ്മോളാ. ഒരു പാക്കറ്റ് 2 ആക്കി വെക്കാനോ? ഷാനി പൊടിക്കട്ടെ. ഇത് മൊത്തം പൊടിക്കട്ടെ. ഷാനി മതിയോ? ഇത് മതിയോ? കഴുകിയോ? ഒന്നുകൂടെ നല്ല കഴുക്. ഇത് കൊറേ എടുത്തിട്ട്. ഷാമിയ കുറച്ച് മെല്ലെ സംസാരിക്കോ?
മെല്ലെ സംസാരിക്കോ? മെല്ലെ സംസാരിക്കാൻ എനിക്ക് ഞാൻ എത്ര സംസാരിക്കുന്ന അറിയില്ല. ആ ചെവി പൊട്ടുന്നേ. ഒന്നുമില്ല. പാത്രം അവിടെ കൊണ്ട് വെക്ക അപ്പുറത്ത്. ഓക്കെ വെച്ചു. ഒരു പാക്കറ്റ് പൊടിച്ച് ഇനി പൊടിക്കണോ? ഇതിന്റെ കൂടെ തന്നെ ഒരു പാക്കറ്റ് കൂടി പൊടിക്കണോ? അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് സാധനങ്ങൾ പോകുന്നുണ്ട്. ഇത് ആവശ്യമുള്ളതാണോ? ഇത് തിന്നാൻ ആവശ്യമുള്ളതാ. ഒന്നല്ലേ എടുക്കണ്ട കേട്ടോ. എടുക്കട്ടെ. ഇതിന്റെ ഉള്ളിൽ ചോക്ലേറ്റ് നേരത്തെ 2 പാക്കറ്റ് ഇട്ട് പൊടിക്കാൻ പറഞ്ഞാൽ പോരല്ലോ. ഇതിന്റെ ഉള്ളിൽ ചോക്ലേറ്റ് ആണോ വാനിലയാണോ? ഞാൻ നേരത്തെ മരിക്ക് ചോദിച്ചോ ഒരു പാക്കറ്റ്. അപ്പൊ 2 എന്ന് പറഞ്ഞു. 2 പാക്കറ്റ് ആണെന്ന് പറഞ്ഞൂടെ? ഇതിന്റെ ഉള്ളിൽ ചോക്ലേറ്റ് ആണോ വാനിലയാണോ? ഹലോ, ഇതിന്റെ ഉള്ളില് ചോക്ലേറ്റ് ആണോ വാനിലയാണോ? അതിന്റെ ഉള്ളില് വാനില. ചോക്ലേറ്റ് ആണ് ടേസ്റ്റ്. പൊടിച്ചോ? ആരോട് ചോദിക്കാൻ? പൊടിച്ചു കഴിഞ്ഞോ? പൊടിച്ചു കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഇല്ല. കൊറേ പൊടിയുണ്ട്. പൊടിയാണോ? കൊറേ പൊടിയുണ്ടോ? പൊടിയുണ്ട്. എന്താ ചിരിക്കുന്നത്? ബിസ്ക്കറ്റ് വേണോ? ഞാൻ നോക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് നോക്കട്ടെ പൊടി. ഒരു സ്പൂൺ മൊത്തം തിന്ന്. ഇത് ആവശ്യമുള്ള സാധനല്ലേ? ഞാൻ കുറച്ച് ഉദ്ദേശിച്ചത് കൂടിപ്പോയി. കുറച്ച് ഉദ്ദേശിച്ചത് കൂടിപ്പോയി. പറഞ്ഞോടുക്ക്. ഇത് കുറച്ച് വെള്ളം കുടിക്കില്ല, തൊണ്ട കുടുങ്ങി പോവും. ഞാന് ഈ പൊടിച്ച ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇടണം. ഇത് ഓണാക്കണ്ട. ഇടട്ടെ? ഒന്നും കൂടി തിന്നട്ടെ. ഇത് ആവശ്യമുള്ളതാണ്. ഞാൻ നടന്നോ ഇല്ലെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടം. ആ ചോക്ലേറ്റ് ഉള്ളതാ കൂടുതൽ ടേസ്റ്റ്. ഞാൻ ഇവിടെയാണ് അഞ്ചു. സല്ലു, അടുത്തത് ഈ എവിടെ ഗ്യാസ് ഊറ്റിന്റെ ഉള്ളോ? ഗ്യാസ് ഊറ്റല്ലേ? ആ ഗ്യാസ് ഊറ്റിന്റെ ഉള്ളു. ഒന്ന് അവിടെ നോക്ക്. വെള്ളം. ശ്രീന്റെ ഒച്ച നല്ല രസമുണ്ട്. പാല്. ഇങ്ങനെ അല്ല, ഇങ്ങനെ. പാലെടുക്കണോ? അഞ്ച് പാല്. പാല്. ചുമര് ആദ്യം എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഓക്കെ. ഇത് ഫ്രിഡ്ജിന്റെ ഏത് ഭാഗത്ത്? വീഴ്ത്തിടല്ലേ? ഓ, ഇതിപ്പോ രണ്ടിനും ഒരേ ഭാഗം വെച്ചാൽ ഞാൻ ഇങ്ങനെ ഫ്രീസറിലല്ല പാലുള്ളത്. ഷാമിമോളെ, ഫ്രീസറിൽ പാലുണ്ടോ? ഫ്രീസറിൽ പാല് ഞാൻ തപ്പിക്കോളാം. പാൽ. എന്താണ് പാല് മടുക്കാനാണോ? നീ വേണോ പാല്? എന്റെ പറഞ്ഞു തരുമ്പോ പൊസിഷൻ മാറണം. പഴം കൂടി ഇട്ടോ. പഴമില്ല, അത് മാറിക്കോ. പഴമല്ല പൊട്ടത്തി, അത് വേറെന്തോ ആണ്. അവിടെ നിക്ക്. ഇവിടെ കലകരുത്ത പറ. ഷാമിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ചോദിക്കി? ഇങ്ങനെ ചോദിക്കും. എനിക്ക് ചെവി കേട്ടോ, മെല്ലെ പറഞ്ഞാ മതി. എന്തൊക്കെയോ പറഞ്ഞിട്ട് കാര്യം എനിക്കൊന്നും മനസ്സിലാവില്ല.
ഒന്ന് നല്ല പറഞ്ഞു തരോ? ഇതിലേക്ക് ഒഴിക്ക്, മിക്സ് ചെയ്യ്. എടുത്ത് വേണമെന്ന് മാറി ഇങ്ങോട്ട് വരില്ലേ? പാല് കുറച്ചുകൂടെ വയ്ക്കാനാ? മിക്സ് മിക്സ് മിക്സ്. എങ്ങോട്ടാ? വെള്ളം കുടിക്കാൻ. ബിസ്ക്കറ്റിന്റെ പൊടി മൊത്തം വായല ഏതാ നേരത്തെ പറഞ്ഞിട്ട് വേണം എല്ലാരും അവിടെ വീഴാൻ. ആ കറക്റ്റ് ആണോ? ഓക്കെ. നല്ല ടേസ്റ്റ് ഇല്ലേ? മിക്സ് 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 മിക്സ്. അടുത്തത് എന്താ? അടുത്ത സ്റ്റെപ്പ് ആണോ? എന്നോട് പറയും, ഞാൻ പറഞ്ഞു. കോഴിമുട്ട, ഉപ്പ്, പഞ്ചസാര. ഉപ്പ്, പഞ്ചസാര, സ്പ്രിങ്കിള്. ഇത് കുറച്ചെടുക്കുക. കുറച്ച് പൊടിച്ച് ഓറിയിടുക. എന്തോ അടപ്പ് തുറന്നിട്ട് ഇതിലിടാന്. എന്താണ് എന്താ ഇതിലിടണ്ട? വെള്ളം, പാല്, മിൽക്ക് മെയ്ഡ്, തേന്, ഗ്ലാസ്, കുപ്പി, പാത്രം, മിൽക്ക് മെയ്ഡ്, കണ്ടൻസ്ഡ് മിൽക്ക് അല്ലേ, പിന്നെ പാല്, വെള്ളം, വെള്ളം. അവിടെത്തന്നെയാണോ നോക്കിയതാ? എന്താണ് ഇതിലെന്തോ ഇടാനാണോ പറയുന്നത്? ഉപ്പ്, പഞ്ചസാര, തേന്. കോഴിമുട്ടയാണോ? കോഴിമുട്ട പൗഡറാ. എന്ത് പൗഡർ? കോഴിമുട്ടയാണോ ചോയ്ക്ക്? കോഴിമുട്ടയാണോ ചോയ്ക്ക്? അല്ല അല്ല അല്ല, പൗഡർ. എന്ത് പൗഡറാ? കുട്ടിക്കൂറ മതിയോ? എന്ത്? എന്തോ പൗഡർ പാത്രം തുറന്ന അതിലിടണം. അത് എന്ത് പൗഡർ? ബേക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡ. ആന്റി ബേക്കിംഗ് സോഡ എവിടെയാണത്? ബേക്കിംഗ് സോഡ തിന്ന പോലും നോക്കാൻ പാടില്ല. അടുക്കളയിൽ തന്നെ ഉണ്ടോ? ഓ കബോർഡ് തപ്പ്, കബോർഡ് തപ്പ്. ആ കബോർഡ്, കബോർഡ്. അതിന്റെ ഇടയിൽ കൂടി ഇരുന്ന് തിന്നാണല്ലോ. അതൊക്കെ എന്നത്തേന്ന് പോലെ അറിഞ്ഞൂടാ. അയ്യോ അയ്യോ അയ്യോ, അതിൽ പൊട്ടുന്ന സാധനങ്ങളാ. ആ കബോർഡ് തുറക്കണ്ട. അപ്പുറത്ത്, അപ്പുറത്ത്. ഉമ്മ എന്താ കോഴിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് ഇതാണോ സാധ്യത? കിട്ടിയോ? നോക്കട്ടതാണോ? കിട്ടിയോ? ആ താ താ താ, തന്നെയല്ലേ? ആ ഇതിലിടാൻ. ഇത് ഫ്ലെയിം ഒന്ന് കത്തിക്കണ്ടേ? വേണ്ട, മിക്സ് ചെയ്യാനാണോ? കത്തി അഞ്ചി. കത്തിയോ? ആ ഇതിലുണ്ടോ കത്തി? കത്തി കത്തി. ആ അതെ അതെ അതെ. കൈവിട് കൈവിട് കൈവിട്. ആ ഗൈസ്, നമ്മള് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
ന്യൂ മതിയില്ലേ? മിക്സ്, നല്ല മിക്സ് ചെയ്യാം അല്ലേ? മതിയോ? ന്യൂ. കൊറേ നേരായി ഒരു പാത്രം അത് പാത്രം പറയാം. ഇതില് വിതറുന്നത് എന്ത്? പഞ്ചസാര. ഇങ്ങനെ കാണിച്ചാ മതി. എടക്ക് ഒരു മിനിറ്റ് ഇങ്ങനെ കാണിക്കുന്നു. ഇങ്ങനെ കാണിക്കുമ്പോ പഞ്ചസാര എവിടെയായിരുന്നു? അപ്പുറത്തെ സൈഡ് അല്ല, ജീരകം. ഇത് നല്ല പൊടിഞ്ഞില്ലല്ലോ. ഓക്കെ അതെ, പഞ്ചസാര. ചെയ്തോണ്ടിരിക്കുക. അതെന്താ? നീല് കുറച്ച് ഓറിയോ ഉണ്ടല്ലോ. വേറെ പാത്രത്തിലേക്ക് ഒഴിക്കണോ? അഞ്ച് വേറെ പാത്രം. ഏത് പാത്രം? ഞാനല്ലേ ചോദിക്കണ്ടേ? കുഞ്ഞ പാത്രം. കുഞ്ഞാ? മീഡിയം. അഞ്ചൊരു പാത്രം, ഒരു മീഡിയം സൈസ് പാത്രം. ഞാനല്ലോ മുന്നിൽ ഇത് പറ്റുക? അതാണോ? അല്ല സ്റ്റീലോ? സ്റ്റീല്. റൗണ്ടുള്ള ഒരു പാത്രം. അഞ്ചി റൗണ്ട്. അതൊക്കെ അത് കുപ്പിയാ. സ്റ്റീലിന്റെ റൗണ്ടുള്ള ഒരു പാത്രം. ഇത് പറ്റുക? അതല്ല, അത് പ്ലാസ്റ്റിക്കാ. സ്റ്റീല്. വഴിയിൽ ഓരോന്ന് ഇതോ? അല്ല, അത് ടിക്സി പോലത്തെ പാത്ര. അതല്ല, റൗണ്ടില്. സൗണ്ടിലോ? എനിക്ക് കാണുന്നില്ല. ഇത് പറ്റൂലേ? കഴുകാനാ? അതൊക്കെ കഴുകിട്ടോ. സോപ്പിടണ്ട കേട്ടോ. പൈപ്പല്ല. അതൊന്ന് തുടക്കി കബോർഡിന്റെ മോള്. ഇത് മനഃപൂർവ്വമാണ് guys. ഇത് മനഃപൂർവ്വമാണ്. ഈ ചാലഞ്ച് മുതലെടുക്കുന്നുണ്ടോ എനിക്കൊരു സംശയം ഇല്ലാതില്ല. മിണ്ടല്ലേ? ചെവി സൗകര്യമില്ലാണ്ട് കുറെ നേരെ എടുത്താ ഇതിലേക്ക് തിട്ടണോ? അടുത്തത് നെയ്യ് പരട്ടണോ? നെയ്യ് എവിടെയോ പോവാന് മാറണത് വിചാരിച്ചേക്കാലോ. നെയ്യ് പൊതുവെ എവിടെയാണ് വെക്കാറ്? ആ ചായയാണ്. അവിടെ നെയ്യൊന്നുമില്ല. എന്ത് നെയ്യാ? ഏതേലും നെയ്യോ? അയ്യോ, ഞാൻ ഇന്ന് നട്ട് വെച്ച ചെടി പറിച്ചെടുത്ത്. എനിക്കറിയില്ലല്ലോ എവിടെയാണ് പൊതുവെ വെക്കല്. അവിടൊന്നും നെയ്യില്ല. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അവിടെ കുറെ ഉണ്ട്. അത് ശരി, എവിടെ നെയ്യ് വെക്കാറ് എവിടെയാ? ഡാൽഡ മതി. ഡാൽഡ മതി. ഈ പാത്രത്തിൽ ഉണ്ടാവുമല്ലോ, അത് ഓയിലാ. അവിടെ തന്നെ ഉണ്ടാവും. ഇവിടെയോ? പിന്നെ മതിയോ? ഡാൽഡ മതിയോ? ഓയിൽ മതിയോ? അതിലൊന്നുമില്ല. എന്താ
നെയ്യ് വേണം. പിന്നെ പറഞ്ഞ ഡാൽഡ വേണം. നെയ്യ് തപ്പി തപ്പി അവിടെ ഒന്നും നെയ്യില്ല. ഡാൽഡ എവിടെ? ഇതില്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാണെങ്കിൽ ഞാൻ എടുത്തരൂലേ? ഇതാണോ? അത് മുളക് പൊടി നിലത്ത് വീട് കിടക്കുന്നുണ്ട്, അത് എടുത്തതാ. ഇതിലുണ്ടോ? അവിടെ അല്ല, അതല്ല, ആ ഉള്ളീന്റെ അടുത്ത്. ഉള്ളി എവിടെ? ആ ആ ആ ആ ആ അയ്യോ, ഒരു ഡാൽഡ കിട്ടുമ്പത്തേക്കും അല്ലേ? ആ അതന്നെ, മൊത്തത്തിൽ പരത്താൻ. അതിന് എത്ര മതിയോ നെയ്? പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് കയ്യില് ഡാൽഡ ആക്കിയിട്ട് തേച്ചൂടെ? ആ തേക്കി സ്പൂണിൽ കടകട കടകടന്ന്, അല്ലെങ്കിൽ എന്റെ സൗണ്ടോട് ഇവിടെ നിൽക്കാൻ വയ്യ. ഇനി എന്താ ചെയ്യേണ്ടത്? ചെവിയിലും പാടുന്നപ്പോ നാട്ടുമാണ്. നമ്മള് രണ്ടാളും ആ സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട്. അടുത്ത രാത്രി വരുമ്പോ വരാട്ടോ. ഇത് ആ പാത്രം അടയ്ക്കണോ? പേപ്പറോ എഴുതാനോ? പേപ്പർ എഴുതി വെക്കാനോ? പേപ്പർ വെക്കാനോ? ബട്ടർ പേപ്പർ വെക്കാനോ? തീരുമാനമായി. ബട്ടർ പേപ്പർ. ബട്ടർ പേപ്പർ എവിടെയാ? എണീറ്റോ, നേരത്തെ തള്ളിട്ടേലുണ്ട് ബട്ടർ പേപ്പർ. താഴെ 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 താഴെ. ആ ആ ആ അതിനുള്ളിലുണ്ട് ബട്ടർ പേപ്പർ. മുറിച്ചിട്ട് തരണം. മുറുക്കി മുറുക്കി മുറുക്കി, ഒരു സ്ക്വയർ ഷേപ്പിൽ മുറുക്കി. ചെറുതാക്ക് ചെറുതാക്ക്. അത്ര ഭാഗം. ആ അതന്നെ. ആ മടക്ക് മടക്ക്. മിണ്ടാതിരിക്കോ? ആ ആ ഒരു സെന്ററും കൂടെ മടക്ക്. അടക്കണ ഒരു ഗ്യാപ്പ് കൊണ്ടോ? മടക്ക്. ആ ആ ആ കറക്റ്റ് 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 കറക്റ്റ്. ഞാൻ നോക്കൂ. ആ സ്ക്വയർ അല്ലേ വേണ്ടത്? മിണ്ടിപ്പോയത്. സെന്റർ സെന്റർ. മിണ്ടരുത്. ആ അതന്നെ, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ആ കറക്റ്റ് 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 ഷാമി വെറുപ്പിക്കാണ്. കറക്റ്റ് കറക്റ്റ്. എവിടെ? ഒരു മിനിറ്റ് ഇത് മുറിക്കണ്ടേ? ഇത് ഭയങ്കര സൂര്യക്കടായി. അയ്യോ, പുറത്ത് പോവല്ലേ? ഞാൻ പുറത്ത് പോയി മുറിച്ചിട്ട് വരാം. മുറുക്കി മുറുക്കി. ആ പെർഫെക്റ്റ്. ഞാൻ പുഴുങ്ങി തിന്നെ. അയ്യോ ഇത് പോരാ, കുറച്ചുകൂടെ വലുപ്പമുള്ള വേണോ? മുറിച്ചെടുത്തോ? കണ്ണു കാണുന്നില്ലേ? മുറിച്ചെടുക്ക്. കുറച്ചുകൂടെ വലുപ്പം വേണ്ടേ? ഇത് അതിൽ വെക്കാൻ പറ്റില്ലല്ലോ. ആ 2 പീസ് വലിച്ചു വെച്ചാൽ ഇത് മതിയല്ലേ? ഇത് രണ്ടും കൂടെ വെക്കല്ലേ? ആ, അതിനുള്ള ബുദ്ധി വേണം. 2 കഷ്ണം കൂടി ഒന്നിച്ചു വെക്കും. ഇതിൽ വെക്കാനല്ലേ? അല്ല, അപ്പുറത്തെ പമ്പിൽ ഇറക്കി വെക്കാനാ അല്ലേ? ഇപ്പൊ മനസ്സിലായി ഗൈസ് എന്താ ഉണ്ടാക്കുന്നത്. ഇത് മൊത്തം ഇതിൽ കൊയ്ക്കണം. ഓക്കെ, അഞ്ചി അവിടെ ഇല്ലേ? അഞ്ചി അഞ്ചി ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഇത് കത്തിക്കണം അല്ലേ? ഓക്കെ,
പീസ് വേണം. പൊട്ടിച്ചിടണം. എന്തേ ഓറിയോ ഓറിയോ പൊട്ടിച്ചിട്ട് ഇടണം. പൊട്ടിച്ചിടാനോ? എന്തിന്? ആ ബാറ്ററിലെ ബാറ്റർ ആ ബാറ്ററിലെ പൊടിച്ചിടണോ? പൊട്ടിച്ചോ ഓക്കെ. മതിയോ? ഒരു ബിസ്ക്കറ്റ് മതിയോ? ഒന്നോ ബാറ്റർ എത്രയാന്ന് എനിക്കറിയോ? മതി. ആ ഇനി എന്താ? മൂടണോ? 5 ഇതിന് മൂടിയൊന്ന് കഴുകി തരോ? അതിന്റെ മൂടി പാനിന്റെ മൂടി ഗ്ലാസിന്റെ ഉണ്ടാവും അവിടെ. അതിനി എങ്ങനെ തപ്പാനാ ഞാന്? അപ്പഴേ കിട്ടി. കറക്റ്റല്ലേ? ആ അതെ. കഴുകണം. സോപ്പിട്ട് കഴുകണേ. എന്തിനാ എന്റെ അടുത്ത് വാങ്ങിയേ? ഇത് കരിഞ്ഞ ഞാൻ കുറ്റക്കാരിയല്ല, 5 ആണ് കുറ്റക്കാരി. കുറെ നേരം മൂടി വേണ്ടോന്ന് വെക്കുമ്പോ തലക്കരത് ചെവിക്ക് സ്വൈര്യം. ഇത് തുടച്ചതാ. തുടക്കാൻ തുണിയോടെ തുണി അതിനകത്ത് കുറച്ച് തുണിയിട്ട് തുടക്കി ഇവിടെ ആക്കി വെച്ച് വൃത്തിയുടെ നിങ്ങള്. ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ? ആ ചെടിയുടെ മൊത്തം മണ്ണ്. ഓ അതെ, ഞാൻ അങ്ങനെ വൃത്തിയോടാക്കി ചെവി വെച്ചു. ഒരു മിനിറ്റ്, എന്റെ ചെവി അടിച്ചു പോയിണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞ അതങ്ങനെ ഇവിടെ സൗണ്ട് പൊല്യൂഷൻ കേസ് ഉണ്ടാക്കുന്നത്. അതിവിടെ ആർക്കും പറഞ്ഞാൽ ഇവിടെ സൗണ്ട് പൊല്യൂഷൻ ആയി ഉണ്ടാക്കുന്നത്. അതിവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ഞാൻ ഒക്കെ പറയുന്നത് ഈ കേൾക്കാൻ വേണ്ടി മാത്രം. ഞാൻ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കില്ല. ഇതൊക്കെ തുടച്ചാ പോകും. പക്ഷെ ഇത് ബാക്കിയുള്ളവർ കേട്ടത് ഓറിയോ വരെ ഉണ്ട് ചുണ്ടുമല്ലേ. അതാണ് തുടച്ചോളാ. മാത്രം തുടച്ചാ മതി. പറയണോ? ഇത് മൂടണ്ടേ? മുടി ഈ മൂടി വെച്ചിട്ട് എത്ര സമയം കഴിയണത് തുറക്കണെങ്കില്? 30 മണിക്കൂറോ? 30 മിനിറ്റാ. അപ്പൊ നമ്മൾ ഒഫീഷ്യലായി നമുക്ക് തന്ന ടാസ്ക് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ചാലഞ്ച് കഴിഞ്ഞിട്ട് ഗൈസ്. അപ്പൊ ഇനി നമുക്ക് കണ്ണുരാം, പായ ഊരാം, ചെവി റെഡിയാക്കാം. കഴിഞ്ഞോ? ചെവിയൊക്കെ പഴുത്തോലെ. ഈ രണ്ടിനും കൂടി സഹിക്കാനുള്ള ബുദ്ധിമുട്ട്. വായ മുട്ടുന്നൊന്നും ഒച്ചല്ലായിരുന്നത്. ഞാൻ പൊരിച്ചറിഞ്ഞ ചെടിയോടെ കളഞ്ഞ ചെടി ഞാൻ അതിൽ ഒട്ടിച്ചു വെച്ചു. എനിക്ക് അറിയില്ലേനു. അതെന്താ പൊതുവെ അമ്മ സാധനങ്ങൾ നെയ്യൊക്കെ ഇവിടെ ഞാൻ ഇത് എന്തോ നിന്റെ അടുക്കള മൊത്തം ഞാൻ വൃത്തിയാക്കി. അതെ, എനിക്ക് കയ്യെത്തുന്ന സാധനങ്ങളായിരുന്നു. എനിക്ക് അറിയുന്നതാണ് ഞാൻ അത് കറക്റ്റ് ആയിട്ട് എടുത്തത്. ഇത് കണ്ടോ? മറ്റേ കൈപ്പക്കുപ്പേരിയിലൊക്കെ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്ത് തലവേദന തലവേദന എടുത്തിട്ട് പോയി. എനിക്കൊന്ന് മെല്ലെ സംസാരിക്കാൻ പറയാം. കൈപ്പക്കുപ്പേരിയില് മണ്ണ് വീടുന്നത് കാണിച്ചെടുക്ക്. ആ ഇനിയിപ്പോ ഇത് 30 മിനിറ്റോളം ഇങ്ങനെ വെക്കും. ഇതാണോ ഞാൻ പറഞ്ഞു എടുത്തു കൊടുത്ത സാധനങ്ങള്? അല്ല, ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളോ? ഞാൻ എടുത്തുണ്ട്. ഞാന് വായില്ലാതെ പറഞ്ഞു കൊടുത്ത സാധനമാണ്. എല്ലാവർക്കും പകുതി മുറിക്കാം. കറക്റ്റ് 3 ദിനം. സലൂനില്ല. നമുക്ക് ഇനി 30 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ഞങ്ങൾ ഇത്രയും ചാലഞ്ചസ് താണ്ടി ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഞാൻ ഒന്ന് പോയി കടന്നിട്ട് എനിക്ക് തലവേദന. ഇത് കണ്ട ഗൈസ്, നേരത്തെ പറ്റി വെച്ച കട്ടൻ ചായയിൽ ഉള്ളി ഇട്ട് വെച്ചിരിക്കുന്നു. ഒരു മൊത്തം ഉള്ളി ഇട്ട് വെച്ചിരിക്കുന്നു. എനിക്ക് വേണമെന്ന് വെച്ചിട്ട് കേട്ടതാ ഉള്ളി. ഞാൻ കണ്ടിട്ട് കൂടില്ല. ഞാൻ അവിടെ തപ്പുന്നതിന് വീണ് പോയിണ്ടാവും. എന്റെ അമ്മ, ഇവിടെ ഭയങ്കര നാശനഷ്ടം. ഈ നാശനഷ്ടങ്ങൾക്കൊക്കെ ഞാൻ അമ്മേനോട് മറുപടി പറഞ്ഞു. പരിഹാരം വേണം. ഞാൻ എടുത്തു കൊടുത്ത സാധനങ്ങൾ കൊണ്ട് നന്നായിട്ട് ഉണ്ടായി വന്ന Guys, ഞാൻ ഉണ്ടാക്കിയ ഓറിയോ കേക്ക് ഇതവിടെ ഞാനിവിടെ സൗണ്ടും കൂടി ഇല്ലാണ്ട് പറഞ്ഞു കൊടുത്ത കേക്ക്. എല്ലാവർക്കും ഒരേ അവകാശമാണ്. അവകാശമാണ്. മൂന്നാക്കും ഇതില് വെച്ചോ. ഇതെങ്ങനെയാണ് മുറിക്കേണ്ടത്? ഈ പീസുകളൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് കടിക്കാൻ കിട്ടും. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ മുറിക്കണം. 3 എണ്ണം മതി അല്ലേ?
സോഫ്റ്റ് ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും അറിഞ്ഞൂടാട്ടോ. എനിക്ക് പിന്നെയും പഞ്ചസാര ഇടാൻ പറയാനൊന്നുള്ള ഒരു ആരോഗ്യം ഇല്ലായിരുന്നു അപ്പൊ. ഇതിലിന്റെ മുകളിൽ ന്യൂട്രലാക്കി നല്ല ടേസ്റ്റ് നല്ല ഐഡിയ. കറക്റ്റ് 3 കഷ്ണം. 3 കഷ്ണം ഗൈസ്. അപ്പൊ നമുക്ക് ഓരോരോ പീസ് എടുത്തിട്ട് കഴിക്കാം. കഴിച്ചോക്കാം. ഒരു പീസ് വേണ്ടേ? അല്ല ഈ കൈകളൊന്നും മാറിയിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട്. നല്ല ചോക്ലേറ്റ് കേക്ക് പോലെ നല്ല അടിപൊളി ബെൽജിയൻ ചോക്ലേറ്റ് കേക്ക് പോലെ. ഇത് ഇതിന്റെ മുകളിൽ ന്യൂട്ടിലൊക്കെ നല്ല രസം ഉണ്ടാവും. കഴിച്ചോക്കട്ടെ ഗൈസ്, എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഉണ്ടാക്കിയത്. നല്ല മധുരം, കുറച്ചുകൂടി മധുരം അടിപൊളിയാണ്. പറയണമെന്നുണ്ടായിരുന്നു, വയ്യായിട്ട് പറയാൻ. പക്ഷെ guys, ഇതിന്റെ മുകളിൽ ന്യൂട്രൽ ഒക്കെ ഇട്ടെങ്കിൽ ഇത് കിടിലൻ taste ആയിരിക്കും. ന്യൂട്രൽ ഉണ്ടോ അവിടെ? തപ്പട്ടെ ഒരു മിനിറ്റ്. മധുരം വേണ്ടായിരുന്നു കേട്ടോ. ന്യൂട്രൽ ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. വളരെ പുതുപ്പിച്ച്. നല്ല കറക്റ്റ് ഒരു കേക്കിന്റെ പോലെ തന്നെ ആയി വന്നിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഭയങ്കര സംഭവം അല്ലേ? ഞാൻ എടുത്തോണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട്. ഇനിയിപ്പോ എല്ലാവർക്കും എടുക്കും. കാക്കില്ല, കാക്ക ക്യാമറ മാത്രം എടുത്തോളൂ. ഇല്ല, ഞങ്ങള് നിങ്ങളെ 3 ആളുടെ സ്വൈരക്കേട് കേട്ടുന്ന ഞാനാ. ഞാനൊരു ചെറിയ ഭക്ഷണം കൊടുക്കാം. ചെവി അടിച്ചുണ്ടോ? സല്ലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കെ എങ്ങനെ ഉണ്ട്. വേണമെങ്കിൽ ചെറിയ ഭക്ഷണം കൊടുക്കാം. ചെറുതായിട്ട് ഞാൻ മുറിച്ച പാക്കറ്റ് കിട്ടിയതാട്ടോ. സോ ഫ്ലഫി ഗൈസ്. അടിപൊളി. നല്ല കഴിച്ചത്. ചായന്റെ കൂടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ എത്ര നല്ല കേക്ക് ഉണ്ടാവും എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. ഇതിന്റെ മുന്നേ എപ്പോഴും ഉണ്ടാക്കി നോക്കി പാളി പോയില്ലേ നമുക്ക്. അപ്പൊ guys, നമ്മുടെ വെറൈറ്റി കുക്കിംഗ് ചാലഞ്ച് ഇവിടെ സക്സസ്ഫുൾ ആയിരിക്കാണ്. കസിൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് try ചെയ്ത് നോക്കണം. എന്തായാലും വെക്കേഷൻ വരാൻ പോവാണ്, ഒരുപാട് സമയം ഉണ്ടാവും. അപ്പൊ അതേപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ റെസിപ്പികൾ എടുക്കുക. അപ്പൊ guys, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുപോലെ this is ശ്രീലക്ഷ്മി. This is Shamya. This is Sanjita. Signing off.